നമസ്കാരം. റോമിലേക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തുന്ന ഒരു കന്യാസ്ത്രീയുടെ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായി മാറുന്നത്. ഏതാണ്ട് 2000-ഓളം കിലോമീറ്റർ ദൂരമാണ് ഇവർ കാൽനടയായി സഞ്ചരിച്ച് റോമിൽ എത്തിച്ചേരുന്നത്. സിസ്റ്റർ എലിസബത്ത് കാർ, ന്യൂഹാംഷെയറിലുള്ള സിസ്റ്റർ എലിസബത്ത് കാറാണ് ഇത്തരത്തിൽ കാൽനടയായി തന്നെ വത്തിക്കാനിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ സ്വിറ്റ്സർലൻഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ഇത് വലിയൊരു ആത്മീയമായ അനുഭവമാണ് എന്നാണ് അവർ പറയുന്നത്. തുടർച്ചയായി നടന്നതിൻ്റെ ഭാഗമായി ഇവരുടെ കാലിൽ നീര് ഒക്കെ വെച്ചിട്ടുണ്ട്, കാലിൽ കുമിളകളൊക്കെ തന്നെ പൊട്ടിയിട്ടുണ്ട്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവർ നടക്കുകയാണ്. ഇത് തൻ്റെ വലിയൊരു ആത്മീയമായ ഒരു അനുഭവമായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് സിസ്റ്റർ കാർ പറയുന്നത്. താൻ റോമിൽ എത്തിച്ചേരുമ്പോഴേക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് താൻ ഇത്തരത്തിൽ ഈ നടത്ത ആരംഭിച്ചത് എന്നാണ് അവർ പറയുന്നത്. പുതിയ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ അദ്ദേഹത്തിൻ്റെതായ ഒരു ആത്മീയ പരിവേഷമുള്ള ആൾ തന്നെ ആയിരിക്കും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് എന്നും നല്ല വാക്കുകൾ മാത്രമാണ് സിസ്റ്റർ കാറിന് പറയാനുള്ളത്. അങ്ങറ്റം കാരുണ്യത്തിൻ്റെ ദയയുടെയൊക്കെ ഒരു പ്രതീകമായിരുന്നു അദ്ദേഹം എന്നാണ് സിസ്റ്റർ കാർ പറയുന്നത്. മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് തന്നെ അദ്ദേഹത്തിന് ദരിദ്രരോടുള്ള ആ ഒരു അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ജൂലൈ 16-നാണ് ഇവർ റോമിൽ എത്തിച്ചേരുന്നത് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഒരുപക്ഷെ അതിനു മുമ്പേ തന്നെ താൻ അവിടെ എത്തിച്ചേരുമോ എന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. താൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കി പറയുന്നത് ഞാൻ എത്രയും നേരത്തെ അവിടെ എത്തും എന്നാണ് സിസ്റ്റർ കാർ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിസ്റ്റർ കാറിനെ സംബന്ധിച്ച് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കന്യാസ്ത്രീ കൂടിയാണ് അവർ. ഇത്തരത്തിൽ ശേഖരിക്കുന്ന പണം കൊണ്ട് വീടില്ലാത്ത യുവജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ തന്നെ ഇവരുടെ ഒരു രീതിയാണ്. അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവർ ഇത്രയും ദൂരം നടന്ന് റോമിലേക്ക് സഞ്ചരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ആത്മീയ രംഗത്ത് ഏറെ തിളങ്ങുമ്പോഴും സാമൂഹ്യ പ്രവർത്തന രംഗത്തുമൊക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമായ ഒരു കന്യാസ്ത്രീ തന്നെയാണ് സിസ്റ്റർ കാർ. നടക്കുന്ന ഓരോ ദിവസവും തനിക്ക് ലഭിച്ച ദൈവകൃപ ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ താൻ തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ കന്യാസ്ത്രീ റോമിലേക്ക് നടക്കുന്നത്. ജൂലൈ 16-നാണ് ഇവർ റോമിൽ എത്തിച്ചേരുന്നത് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഒരുപക്ഷെ അതിനു മുമ്പേ തന്നെ താൻ അവിടെ എത്തിച്ചേരുമോ എന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. താൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കി പറയുന്നത് ഞാൻ എത്രയും നേരത്തെ അവിടെ എത്തും എന്നാണ് സിസ്റ്റർ കാർ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ കാൽനടയായുള്ള ഈ തീർത്ഥാടനത്തിനിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരത്തിൻ്റെ ദൃശ്യങ്ങൾ താൻ കണ്ടതായി അവർ ആഹ്ലാദത്തോടെ പറയുന്നു. മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി ജനലക്ഷങ്ങളാണ് വത്തിക്കാനിൽ തടിച്ചുകൂടിയത്. ഈ കാഴ്ചയൊക്കെ തന്നെ ഏറെ സന്തോഷവതിയാക്കി എന്നാണ് ഇവർ പറയുന്നത്. ഒരു കാലത്ത് മനുഷ്യർ എത്രയോ ദൂരം നടന്നു തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ സ്മരണ പുതുക്കി തന്നെയായിരിക്കാം സിസ്റ്റർ എലിസബത്ത് കാറും ഈ പ്രായത്തിലും അവർ ഇതിന് തയ്യാറെടുത്തിരിക്കുന്നത്. തൻ്റെ ഈ കാൽനടയായുള്ള തീർത്ഥയാത്ര ഒരു ആത്മീയ അനുഭവമായി മാറിയെന്നും ഓരോ ദിവസവും തനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കപ്പെട്ടതുപോലെ തോന്നുന്നു എന്നുമുള്ള സിസ്റ്ററിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രചോദനമാകുന്നത്. ഏതായാലും സിസ്റ്റർ എലിസബത്ത് കാർ പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും.